ഇങ്ങനെ വിത്ത് വാങ്ങിച്ചിട്ട് നട്ട മീറ്റർ പയറാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് സാധാരണ വാങ്ങിക്കുന്ന 30 രൂപയുടെ വിത്താണ്. കണ്ടു, ഇത്ര ലെങ്ത്തിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇത് ഏറ്റവും എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ജൈവം ഉപയോഗിക്കണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് വളം കൊടുത്താലും പയറുണ്ടാക്കാം. കാരണം അപ്പച്ചൻ അങ്ങനെയാണ്, ഇംഗ്ലീഷ് വളമാണ് കൊടുക്കുക. ചാണകപ്പൊടി ഇടുന്നല്ലാണ്ട് ഞാൻ ചെയ്യുന്ന രീതിയിൽ കൂടുതലും ജൈവം യൂസ് ചെയ്യില്ല. അവർ ഈ പണ്ട് മുതലേ ചെയ്യുന്ന ഫാക്ടംബോസ്, പൊട്ടാഷ് അങ്ങനത്തെയൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് 30 രൂപയുടെ പാക്കറ്റാണ്. ഇതിൽ കുറച്ചധികം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ടത് ഇത് കറക്റ്റായിട്ട് ഒരു കേടുമില്ല കേട്ടോ അതിനൊന്നും. അതായത് കീടങ്ങളൊക്കെ കുറവാണ്. ഇപ്പോൾ ഒരു പിടി ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പേരിക്ക് കിട്ടും. ഇതുണ്ടാവുമോ എന്നുള്ള സംശയം വേണ്ട. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന ക്വാളിറ്റിയുള്ള വിത്തുകളാണ്, അതുകൊണ്ട് ഉണ്ടാവും. ഇതിൻ്റെ കട നിങ്ങൾ നോക്കിയേ, എന്തോരം വണ്ണുണ്ട്. ഇത്ര വണ്ണമുള്ളൂ കണ്ട. ഒരു തൈയാണ് ഒരു സ്ഥലത്ത് ഉള്ളത്. അതായത് ഒരു കൂട്ടത്തിൽ ഒരു തൈയുള്ളൂ. അതിന്മേന്നാണ് ഇങ്ങനെ പൊട്ടിച്ചനച്ചിട്ട് ഉണ്ടായിട്ടുള്ളത്. 1 മീറ്ററിലും കൂടുതലുള്ള പയറുകളും ഇതിലുണ്ട്. പിന്നെ അതുമല്ല, ഒരു ഞെട്ടിയിൽ 2ഉം 3ഉം പയറുകളുണ്ട്. അപ്പോൾ ഇത് ഇതെന്ന് പറയാൻ വാണിജ്യാടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കായാലും നല്ല രീതിക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അല്ല ഒരു വീട്ടിൽ ഒരാളോ 2 ആളോ ഉള്ളത് വെച്ചാലും ഇതൊരു 3 ചെടി ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് നമുക്ക് വീട്ടിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ചെറിയ കുഴി എടുത്തു, വിത്ത് ഇട്ടു, അത് കഴിഞ്ഞ് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണു. അതങ്ങനെ മുളച്ച് വരുന്നു. അപ്പോൾ ആ ചാണകപ്പൊടിയുടെ ഉഷാറിൽ മുളച്ച് വരും. ഇവർ ചെയ്യുന്നതാണ് പറയണത്. അതായത് ഞാൻ വീട്ടിൽ പോകുമ്പോൾ അവിടെ കാണുന്ന കൃഷി രീതിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അതിനൊരു 3 ഇല പരുവാകുമ്പോൾ അതെന്ത് ചെയ്യും, അതിൽ അവരിത്തിരി ഫാക്ടംബോസാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫാക്ടംബോസ് ഇടുമ്പോൾ നല്ല വളർച്ച ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയണു അതൊരിക്കലും കടക്കിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് ഫാക്ടംബോസും പൊട്ടാഷുമാണ്. അപ്പോൾ ഈ ഫാക്ടംബോസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ആഴ്ചയിൽ ഇതുപോലെ മാറി മാറി വെള്ളം കൊടുക്കുക. നന്നായി നനച്ച് കൊടുക്കുകയും ചെയ്തു. കണ്ട് വിത്ത് കണ്ടുല്ലോ നിങ്ങൾ, ഇതാണ് ഇതിൻ്റെ റെഡ് കളറാണ് ഇതിൻ്റെ വിത്ത്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ ചനച്ച് വരുമ്പോൾ പിന്നെ പൊട്ടാഷ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക ഈ പന്തൽ എന്ന് പറയുന്നത് അവിടെ മുന്തിരി പടർത്തിയൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഒരു ഷെയ്ഡിന് വേണ്ടി ചെയ്തതാണ് പന്തൽ, അല്ലാണ്ട് വലിയ കാലുകളൊന്നുമില്ല. അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഒപ്പം കയ്പയും കയറിയിട്ടുണ്ട്. ഈ പയർ കഴിയുമ്പോഴേക്കും കയ്പ്. അതിങ്ങനെ കർഷകരാകുമ്പോൾ ഇങ്ങനെ മാറി മാറി ചെയ്യും. ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാൻ കാരണം, നമ്മൾ ഇംഗ്ലീഷ് വളം കൊടുത്താലും ജൈവം ചെയ്യാൻ താല്പര്യമില്ല, ഇംഗ്ലീഷ് വളം കൊടുത്താലും നന്നായിട്ട് പയർ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇവർ ഡോളോമേറ്റോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഈ ഇംഗ്ലീഷ് വളം തന്നെയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഞാനാണ് ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യണ ആൾ. കണ്ടോ, ഇത് ഇങ്ങനെ ഇലകളും ഉണ്ട്. ചിലർ പറയും നുള്ളി കളയണം, തല നുള്ളണം. ഇതൊന്നും ചെയ്തിട്ടില്ല. കാരണം ഈ പരമ്പരാഗതമായിട്ട് കർഷകർ അല്ലെങ്കിൽ പഴയ കർഷകരൊന്നും അങ്ങനെ പുതിയ രീതിയിലുള്ള ഇതൊന്നും അവർ പാലിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലങ്ങനെ ചെയ്യാറില്ല. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് പറയാൻ പറ്റുകണ്ട. അപ്പോൾ എല്ലാ കമ്പിലും ഇത് ഇനിയും പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ നമ്മൾ മുഞ്ഞയ്ക്കും ഇതിനൊക്കെ ഇംഗ്ലീഷ് മരുന്ന് അടിക്കാറുണ്ടല്ലോ, അതും ഇവർ അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു 2 ആഴ്ച കൂടുമ്പോൾ അടിച്ചു കൊടുക്കണ കാരണം ഇങ്ങനത്തെ ഈ മുഞ്ഞകൾ കാര്യമായിട്ടൊന്നും ഇതുമില്ല, കാണാനില്ല. ഞാൻ ചെന്നപ്പോൾ ഈ പയറും ഒരു പുഴുവോ അല്ലെങ്കിൽ ഒരു കുത്തോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരത്തിൽ വിത്ത് വാങ്ങിച്ച് കുഴിച്ചിട്ടാൽ അടിപൊളിയായിട്ട് പയർ ഉണ്ടാവുകയും ചെയ്യും. പയറിന് വേണ്ട ഒരു പ്രധാന കാര്യമാണ് നല്ല വെയിൽ. അപ്പം അത് നന്നായിട്ടുണ്ടെങ്കിൽ തന്നെയാണ് പയർ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കൂടുതലും ഇലകൾ മാത്രമായിരിക്കും, പയർ അധികം പൂത്ത് കായ്കൾ ഉണ്ടാവില്ല. ഇല നുള്ളിക്കളയാണെങ്കിൽ നല്ലതാണ്. ഞാനീ പറഞ്ഞതിൽ ഇവരതൊന്നും ചെയ്തിട്ടില്ല, ഇല നുള്ളിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു പിടി പയർ പൊട്ടിച്ചതാണ്. കണ്ട് പൂക്കളൊക്കെ ഇനിയും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കമ്പുകളിലും പൂക്കളുണ്ട്. കണ്ട് എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം കണ്ടില്ലേ, ചെറുതിൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പൊട്ടിക്കാനുള്ള പ്രായം എത്തുമ്പോൾ ഇത് 1 മീറ്റർ 1.25 മീറ്ററൊക്കെ ധാരാളം വലിപ്പം ഉണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു അഴകും കൂടിയാട്ടോ അത് കാണുമ്പോൾ. എല്ലാവരും വന്ന് അതിങ്ങനെ ചോദിക്കും. ഈ പയറിൻ്റെ ഒരു കാഴ്ചയുടെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കണ്ടു, പയർ വളഞ്ഞാൽ കിടക്കണം. അതായത് താഴത്ത് കമ്പെന്ന് ഉണ്ടാവുമ്പോൾ അതിങ്ങനെ മുട്ടി കിടക്കുക. അതിന് സ്ഥലം ഇല്ലാണ്ട് താഴത്തേക്ക് തൂങ്ങി കിടക്കാൻ ആഴം കൂടും തോറും അതിന് ലെങ്ത്ത് ഇങ്ങനെ വളരാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പോൾ ഇത്തരത്തിലൊന്ന് നിങ്ങൾ കൃഷി ചെയ്ത് നോക്ക്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.